ടൂർ പോകാൻ പോലും അനുവദിക്കാത്ത മദ്രസകൾ ഉണ്ടായിരുന്നു. ഞാൻ അത്തരം മദ്രസയിൽ പഠിച്ച ഒരാളാണ് കേട്ടോ. ടൂർ പോകണം എന്നുണ്ടെങ്കിൽ മദ്രസയിൽ നിന്ന് പെർമിറ്റ് ഉണ്ടാകൂല. സ്കൂളിൽ ടൂർ പോകണം എന്നുണ്ടെങ്കിൽ, നീ സ്കൂളിൽ വല്ല കലാപരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അതിന് മദ്രസ ഉസ്താദ് വിലക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭരതനാട്യം മുതൽ നാടോടി നൃത്തം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റൂല. അതെ, മദ്രസയിലെ ക്ലാസ് മുടക്കിക്കൊണ്ട് സ്കൂളിൽ നിന്നൊരു ടൂറ് പോവുക, അതും ആണും പെണ്ണും ഇടകലരുക, ഹറാമ് കടന്നു വരിക, ഇത്തരമൊരു സാഹചര്യത്തെ തൊട്ട് ഉസ്താദുമാർ വിലക്കിയിട്ടുണ്ട്, ഇന്നും വിലക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ജുനീസിക്കയുടെ പ്രശ്നം? ഇന്നത്തെ അവസ്ഥ എന്താ? മദ്രസന്ന് ടൂർ പോവാണ്, അതും പേരൻസിന്റെ കൂടെ, ഉസ്താദിന്റെ കൂടെ തന്നെ ലേഡീസും എല്ലാവരും, ഉമ്മയും ബാപ്പിയും മക്കളും ഒക്കെ കൂടെ ടൂർ പോകും. ജുനീസിക്കയുടെ പ്രശ്നം അന്ന് വിലക്കി ഉസ്താദുമാർ ഇന്ന് മദ്രസയിൽ നിന്ന് കുട്ടികളുമായിട്ട് ഉമ്മയും വാപ്പയും ഒക്കെ ആയിട്ട് ടൂറ് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ പഠിച്ചൊരു കാലയളവിൽ എൻ്റെ കോളേജ് ലൈഫിൽ വെച്ചിട്ട് വർഷത്തിലൊരിക്കൽ സിയാറത്ത് പോകലുണ്ട്. ഒരു ബസ്സിൽ പുരുഷന്മാർ, മറ്റൊരു ബസ്സിൽ സ്ത്രീകൾ, അങ്ങനെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ഫാക്കൽറ്റി, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് സ്വാഭാവികമാണ്. ഇവിടെ ജുനീസിക്കാക്ക് യഥാർത്ഥത്തിൽ മദ്രസയോടുള്ള അല്ലെങ്കിൽ ദീനിനോടുള്ള ആത്മാർത്ഥപരമായ ഒരു സമീപനമാണോ ഉള്ളത്? എന്താണ് ജുനീസിക്കാക്കിന് പറയാനുള്ളതെന്ന് നിങ്ങൾ കേൾക്കണം. കാരണം സ്കൂളുകളിൽ നിന്ന് ടൂർ പോയിരുന്നത് പഠനയാത്രയാണ് അല്ലെങ്കിൽ വിനോദയാത്രയാണ്, പല പേരുകളിലായിരുന്നു പോയിരുന്നത് എങ്കിൽ പോലും മദ്രസയിലെ ഉസ്താദിന് അതൊരു കടിയായിരുന്നു. ഇപ്പൊ ആ കടി മാറി. കാരണം ഇപ്പൊ മദ്രസ നിന്നാണ് ടൂർ പോകുന്നത്. ഉസ്താദുമാർക്ക് കടിയാണ് പോലും. ജുനീസിക്ക, ഒരു നിമിഷം, നിങ്ങൾ തന്നെ അക്ഷരം തെറ്റാതെ മദ്രസ എന്ന് പറയുന്നത്, അക്ഷരം തെറ്റാതെ മദ്രസ എന്ന് എഴുതുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ഒരുപാട് ഉസ്താദുമാരുടെ സേവനങ്ങളുടെ ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണ് ചിലപ്പോഴൊക്കെ. എന്തു തന്നെ ആയിരുന്നാലും ഇവരെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് എങ്ങനെയാണ് ഒരു ഉസ്താദിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നത്, എങ്ങനെ ഒരു ഉസ്താദിനെ ഭരിച്ചു കൊണ്ട് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അവർക്കും കുടുംബമുണ്ട്, മക്കളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അതിനിടയിലും ഒരു സമൂഹത്തിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള പെടാപ്പാടിലൂടെ സഞ്ചരിക്കുമ്പോഴും അവരിൽ എങ്ങനെയൊക്കെയോ ചെറിയ കുറ്റവും കുറവും കണ്ടെത്താൻ ഇതുപോലെയുള്ള ആളുകൾ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. അതാണ് ഞാൻ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് ഇനി ജുനീസിക്കാക്ക് പറയാനുള്ളത്? മദ്രസന്ന് ടൂർ പോകുന്ന സമയത്ത് ഇവർക്ക് പറയാനൊന്നുമില്ല. ഇപ്പൊ മദ്രസയിൽ എന്താ നടക്കുന്നത്? മദ്രസയിൽ കലാപരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. മദ്രസിന്റെ പേരിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കാലം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ചിലതൊക്കെ തിരുത്തപ്പെടേണ്ടി വരും. മദ്രസയുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ മദ്രസയിൽ കുട്ടികളുടെ പഠന നിലവാരത്തിനെ കുറിച്ചൊരു പാരൻസ് മീറ്റിംഗ് വിളിക്കണമെങ്കിൽ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ട് കാര്യമുണ്ടോ? മദ്രസയ്ക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേണ്ടേ? ഒരു മഹല്ലിൽ ഒരു ഗ്രൂപ്പ് വേണ്ടേ അവിടുത്തെ വിഷയങ്ങളൊക്കെ അറിയിക്കാൻ? എന്താണ് ചങ്ങാതി നിങ്ങളൊക്കെ ഈ പറയുന്നത്? എന്റെ പേരിൽ എന്നെ നന്നായിട്ട് ക്രൂശിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ക്രൂശിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പറയുന്നത് സത്യമാണ്. മദ്രസയിൽ നിന്ന് ടൂർ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ? ഞാൻ കാണിച്ചു തരാം മദ്രസയിൽ നിന്ന് ടൂർ പോകുന്നത്. അതേ ജുനീസിക്ക, നിങ്ങളോടൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ വേണ്ടി വന്നതല്ല. പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് നമുക്കൊക്കെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നാം ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥൻ നമ്മളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നൊരു നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ജുനീസിക്ക വല്ലാത്ത പ്രശ്നമാണ്. ജുനീസിക്ക, നമ്മളൊക്കെ ഇപ്പോൾ ഒരു യാത്രക്കാർ മാത്രമാണ് ഈ ദുനിയാവിൽ. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് നമ്മളെയൊക്കെ കിടത്തുന്നൊരു സമയമുണ്ട്. അത് അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അവിടെ ഒരുപക്ഷെ വിജയിക്കണമെങ്കിൽ ഉസ്താദുമാരെ എങ്ങനെ ബഹുമാനിക്കണം, മദ്രസ വിദ്യാഭ്യാസത്തിനോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം, ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾ തിരുത്തുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണമെന്ന് സ്നേഹത്തോടെ എല്ലാ ശ്രോതാക്കളെയും ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.